ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ അങ്ങനെ ഓടി നമ്മളങ്ങനെ UP വരെ എത്തി. അപ്പോൾ UPയിൽ മാവൂർ ഡിസ്ട്രിക്റ്റിൽ നമ്മുടെ ഹക്കാരിപ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതായത് നമ്മുടെ പഴയ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണുന്നവർക്കറിയാം, നമ്മുടെ അങ്കിളും ആൻറ്റിയും പിള്ളേരും ഒക്കെ ഇവിടെയാണ് പോയി സ്കൂൾ നടത്തുന്നത്. അപ്പോൾ അവരുടെ അടുത്തേക്കാണ് ഞങ്ങൾ നേരെ പോകുന്നത്. രാത്രി ആയതുകൊണ്ടാണ് 11 മണി 12 മണി വരെ ഞങ്ങൾ UP കൂടി തന്നെയായിരുന്നു വണ്ടി ഓടിക്കല് അല്ലേ. UP കയറിയതിന് ശേഷം ഞങ്ങളൊരു 11 മണി വരെ UP തന്നെ വണ്ടി ഓടിച്ചിട്ടാണ് ഇവിടെ വരെ വന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ സ്കൂളിലാണുള്ളത്. സ്കൂളിലല്ല, അങ്കിളുടെ ഒക്കെ അടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ നമ്മൾ UPയിലെ ചില കാഴ്ചകളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് മുന്നേ കാണുന്നത് നല്ല ഗോതമ്പിൻ്റെ പാടാണ്. അതങ്ങ് കണ്ണത്താ ദൂരം വരെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ദൂരം വരെ ഉള്ളൂ കേട്ടോ. ഇതുണ്ടോ, ഇങ്ങനെ ഒരു ഏരിയ മൊത്തം. ഇവിടെ മൊത്തം ഇപ്പോൾ കാണാനുള്ളത് ഇതാണ് ഗോതമ്പ് പാടം. ഇതാണ് ഇവരുടെ സ്കൂള്. ഇതാണ് കേട്ടോ സ്കൂള് വരുന്നത്. ഇതാണ് നല്ല വെയിലാണ്. അപ്പോൾ സ്കൂൾ നമുക്ക് വന്നിട്ട് കാണിക്കാം. അപ്പം ഞങ്ങളിപ്പം UP ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം, ചെറിയ രീതിയിൽ കേട്ടോ. ചെറിയ രീതിയിൽ. അങ്ങനെ നമ്മളിപ്പോൾ UPയിലെ ഹക്കരിപ്പൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഉള്ളത് കേട്ടോ. ഇവിടെ കടുക് പാടങ്ങൾ കുറേ സ്ഥലത്തുണ്ട്, അതുപോലെ ഗോതമ്പും ഒക്കെയാണ് ഇവരുടെ ഇപ്പോഴത്തെ കൃഷികൾ. ഇവിടെ സീസൺ കൃഷികളാണല്ലേ, ഓരോ സീസണിലും ഓരോ കൃഷികൾ. തണുപ്പങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ ഐസ് പോലത്തെ തണുപ്പാ. വെയിലെന്ന് പറഞ്ഞാൽ തീക്കട്ട പോലെ. അതെ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഐസ് കട്ടയും തീക്കട്ടയാണ് ഇവിടെ. അതെ, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടെന്ന് പറഞ്ഞ അവസ്ഥയിലുള്ള വെയിലും തണുപ്പുമാണ്. ഇതുണ്ടോ ആശാരിമാര് ബെഡ് ഉണ്ടാക്കുന്ന. പിന്നെ വേറൊരു കാര്യം ഉണ്ട് ആൻസി, ഇതിലെ വണ്ടി ഓടിക്കലുണ്ടല്ലോ, ഏറ്റവും ടാസ്ക് പിടിച്ച പരിപാടി അതാണ്. ഇവിടെ വണ്ടി ഓടിക്കാൻ പഠിച്ചാൽ വേറെ എവിടെയും വണ്ടി ഓടിക്കാന്ന് നമ്മൾ ഓരോ സംസ്ഥാനത്ത് എത്തുമ്പോഴും നമ്മൾ അത് തന്നെയാ പറയുന്നത്. കേരളത്തിനെ സംബന്ധിച്ച് വേറെ എല്ലാ സംസ്ഥാനത്തും ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ്. പിന്നെ നമുക്ക് നല്ലതെന്ന് പറയാൻ തോന്നിയ ഒരു സ്ഥലം മേഘാലയയും നാഗാലാൻഡുമാണ്. അവിടെ ഒന്നും ഹോണടി ഇല്ല, വലിയൊരു ഓവർടേക്കിംഗ് ഇല്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, ഇവിടെ ഹോണടി മാത്രമേ ഉള്ളൂ, ഒരു സുഖം. അതെ. അപ്പൊ നമ്മള് ഇനി കാണാൻ പോകുന്ന എന്താണ്? UP ഗ്രാമക്കാഴ്ചകൾ. അതെ, UPയിലെ സാധാരണമായ ആൾക്കാർ. പക്ഷെ വീട് കണ്ട് ഇവരെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇവര് ചിലപ്പോ കോടീശ്വരന്മാരായിരിക്കും. പടിപാളി. ഞങ്ങള് ഗ്രാമത്തിലേക്കാന്ന് പറഞ്ഞിറങ്ങിയത്. ഗ്രാമത്തിലേക്കല്ലായിരുന്നു. അവിടെ ആടും ആട്ടുംകുഞ്ഞുങ്ങളെയും കുറേ എണ്ണത്തിനെ കണ്ടോ. അങ്ങോട്ട് കുറെ വീടുകളൊക്കെ ഉണ്ട്, പക്ഷേ വണ്ടി നിർത്താൻ സ്ഥലമില്ല അല്ലേ. വണ്ടി നിർത്താനും സ്ഥലമില്ല, വണ്ടി പോവാനും സ്ഥലമില്ല. നോക്കാം, തിരിച്ചില്ല കേട്ടോ, കാരണം കുറച്ച് അങ്ങോട്ട് പോകാനുള്ള വഴിയുണ്ട്. ഫുള്ള് കടുക് ഇങ്ങനെ. ശരിക്കും ഇവിടെ കടുകിന്റെ സീസൺ കഴിയാനായെന്നാ എനിക്ക് തോന്നുന്നത്. അതായത് കൂടുതൽ നമ്മളെ നേരൊക്കെ കടുക് ഇവിടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്നല്ലേ, പക്ഷെ അതല്ല സംഭവം. ഇവർക്ക് കടുകെണ്ണയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള എണ്ണ. അത് ഓവുചാലാണ്. അടുത്തടുത്തടുത്ത് വീടുകളൊക്കെ അടുത്തടുത്താണ്, പക്ഷെ തൊഴുത്ത് വീടിന്റെ ഉള്ളിലാണ്. അങ്ങനെ ഒരു സെറ്റപ്പ് ഉള്ള സ്ഥലം അല്ലേ. നിങ്ങൾ ഇവിടുന്ന് തീക്കയാണ് കേട്ടോ. ചാണകം കണ്ടോ, ഒറ്റ ഉണക്കി വെക്കുന്നത് നല്ല ഷേപ്പിലൊക്കെയാണ് വെയിൽ കൊള്ളിക്കാൻ വെച്ചിരിക്കുന്നത്. ഓരോന്നുണ്ടോ, കുറേ സാധനം ഉണ്ട് കേട്ടോ. അതുപോലെ ഇപ്പുറത്തെ സൈഡ് ചുമ്മാ കൂട്ടിയിട്ട് ഉണങ്ങുന്നതിനേക്കാളേ എത്രയോ നല്ലതാണ്, സ്പീഡിൽ ഉണങ്ങി കിട്ടും. അതിനു വേണ്ടിയാ. അത് മാത്രമല്ല, അത്രയും സാധനം കട്ടിക്ക് ഇങ്ങനെ ഇരുന്ന് കത്തുമ്പോഴേ കുറച്ച് അധികം നേരം തീയൊക്കെ കായാനാണെങ്കിൽ ഇവര് ഉപയോഗിക്കും തോന്നുന്നു. അങ്ങനെ തീ കായാനൊക്കെ ഈ തണുപ്പ് കാലല്ലേ. ഒരു ഇല്ലിയാണല്ലോ, ഇല്ലിമരം അല്ല, ഇല്ലി. ഇനി ഓപ്പോസിറ്റ് വണ്ടി ഒന്നും വരല്ലേ, ഗ്രാമം കാണാൻ ഇറങ്ങി പണി കിട്ടും, റോട്ടി കൊടുങ്ങും. കുറേ ആടുകളല്ലേ, നല്ല ഭംഗി. നമ്മൾ നേരത്തെ കണ്ട കുറേ ആട്ടും കുഞ്ഞുങ്ങളുണ്ട്, അതിനകത്ത് കുറേ കുഞ്ഞുങ്ങളുണ്ട്. വെയില് വിഷയമുണ്ടോ നോക്കണം. വെയില് വിഷയമാണ്. പിന്നെ ഇവിടുത്തെ കടകളും അതുപോലെ തന്നെ, താഴെ കടയും മേളില് വീടും. അതായത് നമ്മൾ ബീഹാറിൽ കണ്ടില്ലേ, ആ ഒരു സെയിം പാറ്റേൺ ആണ് ഇവിടുത്തെ വീടൊക്കെ. പുറമേ തേക്കൂല, ഫ്രണ്ട് മാത്രം തേക്കും, ബാക്ക് ഒന്നും തേക്കില്ല. പക്ഷെ വലിയ കോടീശ്വരന്മാരായിരിക്കും. ഇപ്പൊ നമ്മളെ അങ്കിളിന്റെ ഒക്കെ അവിടെ ഉള്ള മുതലാളിയുടെ വീട് വരെ അങ്ങനെയാണ്. ഫ്രണ്ട് മാത്രം തേച്ചിട്ടുള്ളൂ, ബാക്കി തേച്ചിട്ടില്ല. പക്ഷെ ബൊമ്പം കോടീശ്വരന്മാരാണ്, പൈസ നല്ല ഉണ്ട്. അങ്ങനത്തെ ആൾക്കാരായിട്ട് ഇവിടെയുള്ളവർ, കൂടുതൽ ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരാണ്. നമുക്ക് ഏതെങ്കിലും മാർക്കറ്റ് ഒക്കെ കാണുകയാണെങ്കിൽ ഇറങ്ങാം. നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ചുമ്മാ അങ്ങ് ഇറങ്ങിയതാട്ടോ. അതെ, ഒന്നും നോക്കുന്നില്ല, അത്ര UP കാണാന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ.
നമ്മള് കുറെ ടൂറിസ്റ്റ് പ്ലേസിൽ പോയ ടൂറിസ്റ്റ് പ്ലേസേ കാണാൻ പറ്റും. അതെ, ഇതേപോലെയുള്ള ജീവിത ശൈലികൾ കാണാൻ അറിയണമെങ്കിൽ ടൗണിലേക്ക് അല്ലെങ്കിൽ ഗ്രാമങ്ങളിലേക്കൊക്കെ ഇറങ്ങണം. നമുക്ക് ഇറങ്ങി നമുക്ക് പ്രവർത്തിക്കാം അല്ലേ? പ്രവർത്തിക്കല്ല, കാണാം. ചെറിയൊരു ടൗൺ അല്ലേ? ചെറിയ ടൗൺ. ബേക്കറി, ഇവിടെയൊക്കെ ആൾക്കാർക്ക് സ്വീറ്റ്സ് ഭയങ്കര ഒരു ലഹരിയാണ് കേട്ടോ. അതിങ്ങനെ വെറൈറ്റി കളറുകളിൽ വെറൈറ്റി ടേസ്റ്റും ആണ് അല്ലേ? രസം കണ്ടാൽ നമ്മളാണെങ്കിലും അറിയാണ്ട് മേടിച്ചു പോകും. അതാണ് അതിന്റെ പ്രത്യേകത. ചേട്ടായി പ്രത്യേകിച്ച്. അതെ, അതാണ് വേറെ. ഈ കടകളൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തുറക്കും. കോഴിക്കടകൾ, കോഴി ചിക്കൻ. നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാഴ്ചകളൊന്നും നമ്മൾ അങ്ങനെ കാണിച്ചിട്ടില്ല. ഇല്ല, നമ്മളിങ്ങനെ ടൗണിലേക്കൊന്നും നമ്മൾ തനിയെ ഇറങ്ങിയിട്ടില്ല. അവരെയും കൂട്ടിയിട്ടാണ് പോയിട്ടുള്ളൂ. തനിയെ ഇത്രയും നാൾ നമ്മൾ തനിയെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് തനിയെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഊർജ്ജം വേണമല്ലോ. വിഷയങ്ങളൊന്നുമില്ല. ആർക്കും അവനവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവരും ഇങ്ങനെ നടക്കുന്നു. അത്രേ ഉള്ളൂ. നൈറ്റ് ആകുമ്പോ ചിലപ്പോ സ്വഭാവമൊക്കെ മാറാം. കൊട്ടകളൊക്കെ ഉണ്ടാക്കുന്നത് ഒരു സ്പീഡിൽ ഉണ്ടാക്കുന്ന കേട്ടോ. ഈ മുള വെച്ചുണ്ടാക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് ഭയങ്കര സ്പീഡാ. ഉണക്കാൻ വെച്ചേക്കല്ലേ, അത് പല ഷേപ്പിൽ ഉണ്ടാക്കും അവര്. ആദ്യം കൊണ്ട് കൂട്ടും, പിന്നെ ആ കൂട്ടിയിൽ നിന്നാണ് എടുത്തിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കുന്നത്. വെള്ളം എന്തൊക്കെയൊക്കെ കൂട്ടി ഷേപ്പിലേക്ക് എടുക്കും. അപ്പൊ അതിന്റെ കൂടെ കച്ചീന്റെ പീസുകളൊക്കെ ഉണ്ടാവും. അപ്പൊ കത്താൻ എളുപ്പം ഉണ്ടാവും തോന്നുന്നു. ചേട്ടീ, ഈ പൂ കാണാൻ നല്ലൊരു ഭംഗിയില്ലേ? ഇത് നമ്മുടെ നാട്ടിലുള്ളൊരു പൂവാ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ? നമ്മുടെ നാട്ടിലുണ്ട്, ഞാൻ പക്ഷെ ഇത് കണ്ടിട്ടില്ല. അമ്പലയിൽ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. ആണോ? പക്ഷെ പ്രത്യേകതരം പൂവ്. ഇതിന്റെ പല, ഇപ്പൊ ഈ ഫ്ലവറിൽ തന്നെ ഓറഞ്ച്, കുറച്ച് ലൈറ്റ് ഓറഞ്ച്, അങ്ങനെ 3-4 കളേഴ്സ് ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നിങ്ങളിങ്ങനെ വണ്ടി എടുത്ത് പോവാന്നുള്ള ഞാൻ അങ്ങ് മറന്നുപോയി. അതാണ് അങ്ങനെ തന്നെ ക്യാമറ ഓടിച്ചോണ്ടിരുന്നത്. ഇത് ചെറിയൊരു ടൗൺ ആണ് കേട്ടോ. എന്താ ആത്തങ്കരയോ കൊത്തങ്കരയോ? അതുകൊണ്ട് കരിമ്പിൻ ജ്യൂസിന്റെ വണ്ടി, കാറിന്റെ സീറ്റൊക്കെ വെച്ചിട്ട്. അതെന്താ കരിമ്പിൻ ജ്യൂസിന്റെ കാര്യം എന്താണെന്നറിയോ? ഇതിന് ഇതിന്റെ തൊലി മേളിത്തെ ആ പൊടിയില്ല, ചെത്തിക്കളയ മാത്രമേ ഉള്ളൂ. ഇതൊരു മാർക്കറ്റാണ്. ചിരണ്ടി കളയുള്ളൂ. ചിരണ്ടി കളയ മാത്രമേ ഉള്ളൂ. ചെറിയൊരു മാർക്കറ്റ്. ഇടിഞ്ചക്ക ഉണ്ട് കേട്ടെ ഇവിടെ. ഇടിഞ്ചക്ക ഇവിടത്തെ മെയിൻ ആണ്. ഇതൊക്കെ ഇതൊരു മുളക് കണ്ടോ കേട്ടെ? എന്റെ പൊന്നെ, എന്ത് മുളകാണ്! റെഡിഷ് കളറ്. ഇതാണ് വേറൊരു വിഷയം. ഇതിലൊക്കെ കേറി വരും. പിന്നെ അത് മാത്രമല്ല, ആൾക്കാർക്കാണെങ്കിലും വലിയ നമുക്ക് അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ നടന്നു വരാം. അതായിരിക്കും ബുദ്ധി അല്ലേ? ഇതൊരു ബുദ്ധിയല്ലേ? നല്ല ബുദ്ധിയാ. അപ്പൊ ഞങ്ങൾ അവിടെ കുറെ നേരം നിർത്താൻ നോക്കിട്ടോ, നടക്കുന്നില്ല. കാരണം സമ്മതിക്കൂല, ഫുള്ള് ബ്ലോക്കും. പിന്നെ കടകളുടെ മുന്നിൽ നിർത്തുമ്പോൾ അവര് സമ്മതിക്കുന്നില്ല. കത്തി മൂർച്ചയാക്കുന്നത് അല്ലേ? വീടുകളും കടകളും എല്ലാം ഒരേപോലെ ഇരിക്കും. നമ്മളെ നാട്ടിലിപ്പോ വീടുകൾക്ക് വേറെ ഷേപ്പ്, കടകൾക്ക് വേറെ ഷേപ്പൊക്കെ. ഇവിടെ ഏതാ കട ഏതാ വീടെന്ന് തിരിച്ചറിയൂല. ആ ഒരു ഷേപ്പിലാണ് മൊത്തം ഇരിക്കുന്നത് കേട്ടോ. അത് നമ്മുടെ വീടിനൊക്കെ ഓരോ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇവിടെ അങ്ങനത്തെ ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇവിടത്തെ മെയിൻ ഒരു വണ്ടിയാണ് പോകുന്നത്, സ്കോർപിയോ. നീളത്തിനാണ് ഇവിടുത്തെ വീടുകൾ കൂടുതലും അല്ലേ? അതുപോലെ വഴി അതെ നീണ്ടു കിടക്കും. പക്ഷെ ആ വഴി കൂടി നമുക്ക് സ്പീഡിൽ പോണെന്ന് വെച്ചാൽ നടക്കില്ല. വിട്ടെറിഞ്ഞു വിടാം, മനസ്സ് സമ്മതിച്ചാലും വഴി സമ്മതിക്കില്ല. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന മധുബൻ എന്ന് പറയുന്ന ഒരു സിറ്റിയിലേക്കുള്ള വഴിയാ. സിറ്റി അല്ല, ചെറിയൊരു ടൗണ്. ഒറ്റ കിടക്കണുണ്ടോ? ഇവിടെ കിടക്കാലോ. നമ്മളെ നാട്ടിലേക്ക് ഇങ്ങനെ കിടക്കുവോ? നമ്മള് ശരിക്കും നമുക്ക് കേറായിരുന്നു, പക്ഷെ പുള്ളി സമ്മതിച്ചില്ല. ഹോണടി. അതുകൊണ്ട് നമ്മളിങ്ങനെ ഹോണടി കേൾക്കുമ്പോ അറിയാണ്ടെങ്കിൽ നിർത്തി കൊടുത്തു പോകും. അതാ നല്ലത്. ഇപ്പൊ പോയത് ഒരു ഈക്കോയാണ്. ആ ഈക്കോക്കാരാണ് നമ്മളെ തമ്മാതി ഹോണടി കയറി പോയത്. നമ്മള് ഹോണടിക്കാതെ നടന്നു പോകുമ്പോ അവർക്ക് പറ്റില്ലല്ലോ. ചേട്ടേ എന്തല്ലേ ചെയ്യും ചേട്ടേ? അല്ല പിന്നെ ദേഷ്യം വരില്ല അല്ലേ? ഇന്നിവിടെ എന്തൊക്കെയൊക്കെ ചുന്തിരി ആയിട്ടുണ്ടല്ലോ. കൊച്ചല്ലേനും ചുന്തിരി തന്നെയാട്ടോ. ഇവിടെ വേറെ പ്രത്യേകത കൂടുതലേ പിള്ളേര് സ്കൂളിലൊക്കെ പോകുമ്പോ സൈക്കിളിലൊക്കെ പിള്ളേര് കുറെ പിള്ളേര് ഗ്രൂപ്പായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞു. അതൊരു രസമാണ്. അതെ. ഈ മുമ്പിൽ പോണ സാധനം കണ്ടോ? ഇതാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ ടാക്സി വണ്ടി. അതായത് ബാറ്ററി വണ്ടിയാണ്. ഇതിനേതാണ്ട് എത്ര ശതമാനം സബ്സിഡി ഒക്കെ ഉണ്ട്. ജസ്റ്റ് ഒരു ആധാർ കാർഡും കുറഞ്ഞ ഡീറ്റെയിൽസും ഉണ്ടെങ്കിൽ ഇവിടെ കിട്ടും.
ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ഒരു ജോലി സഹായം എന്ന പോലെ ജോലി ഇല്ലാത്തവർക്ക്. അതുകൊണ്ട് ഈ വണ്ടി തട്ടിയിട്ട് നമുക്ക് മെയിൻ ടൗണുകളിലേക്ക് ചെന്നാൽ ഭയങ്കര പാടാണ്. വേറെ ജോലിക്ക് ആരും പോകില്ല, ഇതന്നെ എല്ലാവരും ചൂസ് ചെയ്യാം. നമ്മളന്ന് വാരണാസി ഒക്കെ പോയപ്പോ കണ്ടില്ലേ, അയ്യോ ഇതും കൊണ്ട്. പക്ഷെ ഇതിൽ കേറിയിരുന്ന് പോയാലും നമുക്ക് പേടി വരും. കാരണം ഇവര് എങ്ങനെ ഉണ്ട്, വാരണാസിന്ന് കയറിയിട്ടുണ്ട്. ഇവര് ചെറിയ ഗ്യാപ്പിൽ കൂടി ഒക്കെ പോകുമ്പോഴേ ചില വണ്ടി നമ്മൾ വിചാരിക്കും നമ്മളെ ഇടിച്ച്, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടി സംഭവം എന്തായാലും പൊളിയാ. UP നമ്മളാരും വിചാരിച്ച ഒരു ഫീലേ അല്ല അല്ലേ. ഫുഡ് ആണെങ്കിലും ഇവിടെ ചെറിയ ചെറിയ റേറ്റിനെ 10 രൂപയ്ക്കൊക്കെ കിട്ടും. ചൗമീൻ കിട്ടും, അതേപോലെ പൊറോട്ട റോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ 10 രൂപ ഉള്ളൂ. ചെറിയ ചെറിയ വിലക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. നമുക്ക് പറ്റുമെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കാം. ഫുഡ് എക്സ്പ്ലോറിംഗ് അതെ മാത്രമായിട്ട് നോക്കി നോക്കാം. ഫുഡ് പോയിസൺ അടിച്ചില്ലെങ്കിൽ ഫുഡ് പോയിസൺ അടിക്കില്ല, അതാണ് വേറൊരു കാര്യം. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. നമ്മൾ പറയുമ്പോഴാണ് അവർ നമുക്ക് ഉണ്ടാക്കി തരിക, ചൂടോടെ തരുമ്പോ. ഫുഡ് പോയിസൺ ഒന്നും അങ്ങനെ ഞങ്ങൾ ഇതിന് മുന്നത്തെ ട്രിപ്പിലൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഫുഡ് പോയിസൺ അടിച്ചിട്ടില്ല. അതെ, നമ്മളല്ലാണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചില സ്ഥലത്ത് നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് പോയിസൺ അടിക്കും. അതും ഞങ്ങൾക്ക് അനുഭവമുണ്ട്. കേരള ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഓൾ കേരള ട്രിപ്പ് വരെ നിർത്താനുള്ള കാരണം. ഇതെന്താ ഈ പൂക്കള്, അത് പൂക്കൾ അല്ലെങ്കിൽ രൂപത്തിന്റെ ഒക്കെ മുന്നിലിടുന്ന. ഇനി എന്താ അറിയോ, ഇനിയിപ്പോ ഹോളിയൊക്കെ വരുമല്ലേ. ഇതൊരു ചെറിയൊരു ടൗൺ ആണ്, ചെറിയൊരു മാർക്കറ്റ്. കുതിര കുഞ്ഞാറ്റ കുതിര. അമ്മേ ഇത് കണ്ട, അതൊരു ഹൈവേ കൂടിയാണ് ആ കുതിര പോകുന്നത്. അല്ല ഇവിടെയൊക്കെ ഹെൽമെറ്റ് ഒന്നും വേണ്ട വണ്ടി ഓടിക്കാൻ. ഹെൽമെറ്റിന്റെ കാശ് എന്തിനാണ്? ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ് അതൊന്നും നിർബന്ധമില്ല. ഇവിടെ തുണികളൊക്കെ കിട്ടും തോന്നുന്നല്ലേ, തുണി എല്ലാ സാധനം. പിന്നെ ഈ സൈക്കിൾ ഒരു വിഷയം ഇവിടെ. സൈക്കിളുകാരെ സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും. അവന്മാരെ എവിടെയെങ്കിലും നമ്മുടെ വണ്ടിയിലെങ്ങാനും ഇങ്ങോട്ട് വന്ന് തട്ടി വീണാലും നമുക്ക് തന്നെ പണി കിട്ടും. നമ്മൾ പുറമേ നിന്നുള്ളൊരു വണ്ടിയല്ലേ. ഇവിടെ തണുപ്പ്, ഇപ്പൊ തണുപ്പിന്റെ ഒക്കെ സീസൺ ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഈ പുതപ്പ്, കട്ടിയുള്ള പുതപ്പൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ ഇഷ്ടമാതിരി വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതൊരു മാർച്ച് മാസം 3-നോ 4-നോ ഹോളി കഴിയുമ്പോ ഇനി മെല്ലെ തണുപ്പ് കുറയാൻ തോന്നും. അപ്പൊ ഇതിനൊക്കെ ഡിമാൻഡും കുറയും. അതുവരെ ഇതൊക്കെ റോഡ് സൈഡിൽ ഇങ്ങനെ വിൽക്കാൻ വെച്ച നല്ല ഡിമാൻഡാണ് ആ സ്ഥലത്ത്. ഇവിടെയൊക്കെ സാരി ഉണ്ടല്ലോ, ഒരു തരം വല്ലാത്ത കളറുള്ള സാരികളൊക്കെയാണ് കൂടുതലും. നമ്മുടെ ഈ ടൗണിന്റെ പേരേ മധുബൻ എന്നാണ്. മധുബൻ ഒരു ചെറിയൊരു ടൗൺ ആണ്. ആ ടൗണിൽ കൂടിയാണ് നമ്മൾ പോയി എല്ലാ സാധനങ്ങളും കിട്ടുന്നത്. നല്ല തിരക്കുള്ളൊരു ടൗൺ ആണ്. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഫ്രൂട്ട്സും എല്ലാവിധ സാധനങ്ങളും. ഫ്രൂട്ട്സ് മാത്രമല്ല, ഇവരുടെ ബേക്കറി കട ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ വെള്ള, പച്ച, നീല, മഞ്ഞ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കണ്ണിങ്ങനെ മഞ്ഞളിക്കും. അങ്ങനത്തെ തരം കണ്ടറിയാണ്ട് മേടിച്ചും പോകുന്നു. അതെ, അങ്ങനെ കളറാ, അത്രയും കളറുണ്ട്. ഈ മധു എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു ടൗണാണ് അല്ലേ. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും കിട്ടും. അത് മാത്രല്ല, അതായത് നീണ്ടു കിടക്കുവാണ് ടൗണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു പ്രത്യേകത ഈ പച്ചക്കറികൾക്കൊക്കെ നല്ല വില കുറവാണ്. അതേപോലെ കോഴിക്കൊക്കെ 180 രൂപയൊക്കെ ഉള്ളു കോഴിക്ക്. നമ്മൾ ബീഹാറിൽ നിന്ന് മേടിച്ച് 240 രൂപ കോഴി. ഇവിടെ ഭയങ്കര റേറ്റ് കുറവാണോ? ഇവിടെ ഭയങ്കര റേറ്റ് കുറവാണ്. ഇവിടെ എല്ലാ സാധനത്തിനും അതെ. പിന്നെ ഓൾമോസ്റ്റ് കുറെ ആൾക്കാരും ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല. ചിക്കനൊക്കെ ചിലരൊക്കെ കഴിക്കും, പക്ഷെ അല്ലാതെ ഒന്നും അങ്ങനെ ഇല്ല. അതുകൊണ്ടാണ് റേറ്റ് കുറവ്. പിന്നെ മെയിൻ പച്ചക്കറിയാ. പച്ചക്കറിക്ക് നല്ല വില കുറവ്. 5 കിലോയ്ക്കൊക്കെ ചെറിയ പൈസക്കൊക്കെ കാണാം. 5 കൂടുതല് അങ്ങനെ പല മാർക്കറ്റുകളാണ് കേട്ടോ. ഇപ്പൊ 5 കിലോയ്ക്ക് കിട്ടുന്ന മാർക്കറ്റ് ഉണ്ടാവും, ചെറിയ ഇപ്പൊ 2 കിലോ 1 കിലോ അങ്ങനെ. ഇതാണ് ബാറ്ററി വണ്ടികൾ കിടക്കുന്നത്. നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഇഷ്ടമാരി ഇങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഈ ടൗൺ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വലിയ വലിയ വീടുകളുടെ കൂടെ ഇതുണ്ടോ, ഇതും ഇവിടുത്തെ ഓരോ വീടുകൾ തന്നെയാണ് കേട്ടോ. ആ വീട്ടിലേക്ക് എങ്ങനെയായിട്ട് അവർ താമസിക്കുന്നേ? അവരുടെ കൊട്ടാരമായിരിക്കും. അവർക്ക് നിക്കാനുള്ള ഗ്യാപ്പ് പോലും ഇല്ലാത്ത വീടുകളാണ് അതൊക്കെ കേട്ടോ. അതൊക്കെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്ന് പറയാം വീടുകളും കാര്യങ്ങളൊക്കെ. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഈ വീടിന് വേണ്ടി കുറെ പൈസ മുടക്കിയോണ്ട് കഥയൊന്നുമില്ല. അതിൽ നിന്ന് നമുക്ക് തിരിച്ചൊന്നും കിട്ടില്ല. വല്ല ഹോം സ്റ്റേയോ റിസോർട്ടൊക്കെ ആയിരിക്കണം. ഇതുണ്ടോ ചേട്ടാ, ഈ മുള വെച്ചിട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ? ആ കളറൊക്കെ ഉണ്ടല്ലോ അല്ലേ, കൊട്ടയൊക്കെ കാണാൻ നല്ല ഭംഗി, കളർഫുൾ. അവരുണ്ടാക്കുക കേട്ടോ. ഇവിടെയൊക്കെ എല്ലാവരും ഇതിങ്ങനെ ഉണ്ടാക്കുക. ഇവിടെ വണ്ടി പറ്റില്ല. വണ്ടി നിർത്തിയ അപ്പ ബേക്കിൽ വന്ന് ഹോൺ അടിയാ കേട്ടോ. അതുകൊണ്ട് ഭയങ്കര റിസ്ക് ആയതുകൊണ്ട് അവിടെ നിർത്തി കാണിക്കുക എന്ന് പറഞ്ഞാൽ നടക്കൂല. ഇത് കണ്ടോ, ഞങ്ങൾ കുറച്ച് മൺകുടുക്കകളും മൺചട്ടികളൊക്കെ കണ്ടിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ചിരാത് സാധനങ്ങളൊക്കെ. കുടുക്ക കണ്ടോ,
അടിപൊളിയാട്ടോ നല്ല. ഇതൊക്കെ ഇതൊക്കെ ചില്ലറ പൈസകൾ ഇട്ട് വെക്കുന്ന കൊടുക്കളാ ഞാറ്റെ. അത് പൊട്ടിച്ചില്ലേ നമ്മള്. അതെ, ഇവിടെ ഒരു അമ്മ ഇരുന്നത് പോളിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറേ എണ്ണം ഇങ്ങനെ ഉണക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് അതിന് മേളിൽ കൂടി ഇങ്ങനെ പോളിഷ് ചെയ്യുന്നുണ്ടോ. കൊള്ളാം. ഇത് പോളിഷ് ചെയ്ത് ഇങ്ങനെ ഉണക്കിയിട്ട് കളർ അടിക്കും കേട്ടോ. ഉള്ളൊക്കെ ക്ലിയർ, മണ്ണ് വെച്ച് നല്ല ഉള്ളൊക്കെ തേച്ച് പിടിപ്പിക്കുക. കൊള്ളാല്ലേ ഞാറ്റെ. ഉണക്കിയതൊക്കെ പിന്നെയും എടുത്ത് തൂത്തോണ്ടിരിക്കുകയാണ് ഞാറ്റെ. ഇതുണ്ടോ ചട്ടികൾ ഇവിടെയൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞത് കൊള്ളാം. ഇതൊക്കെ ഉണ്ടല്ലോ കുഞ്ഞാറ്റെ. ഇതിൽ കുറേയൊക്കെ ചായ കുടിക്കുന്നത് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഇതൊക്കെ കുടുക്കകളാ. ഇതെല്ലാം കുടുക്കകളാ ഈ ഇരിക്കുന്നതെല്ലാം. കുഞ്ഞാറ്റയ്ക്ക് ഒരു ചില്ലറ പൈസ ഇടുന്നൊരു കുടുക്ക മേടിക്കാം നമുക്ക് കേട്ടോ. ഓക്കെ, പോവാൻ നേരം ആകുമ്പോൾ വാങ്ങാവേ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പോവാണ് കേട്ടോ. ഇനി നമുക്ക് അങ്കിളിനെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടുത്തെ ഒരു ഉൾഗ്രാമത്തിലേക്ക് പോകാവേ. അപ്പൊ അവിടുത്തെ ഉൾഗ്രാമത്തിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാലോ. നമുക്ക് അവരെ കൂട്ടിയിട്ട് വരാം. കരിമ്പ് വണ്ടി അല്ലേ. ഇത് കണ്ടോ, എല്ലാവരും ഇവിടുത്തെ പോലീസുകാരാണ്. അതാണ് മെയിൻ ഒരു. ഇവിടെ സാധാരണക്കാരില്ല, മൊത്തം പോലീസ്. നമ്മളിപ്പോ ഉള്ളത് മാവു ആണ്. കൊച്ചിന് എരിവ് ഇങ്ങനെ കഴിച്ച് നല്ല ശീലമുണ്ട്. എന്നിട്ട് വെള്ളം കുടിക്കുന്നു. അതെ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ എത്തി അല്ലേ. സ്കൂളിൽ ഞങ്ങൾ ഇടിച്ചങ്ങോട്ട് കേറാൻ പോവാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ച് കയറല്ല, നമ്മൾ അവിടെ തന്നെയാണ് കേട്ടോ വണ്ടിയും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്കിവിടെ വണ്ടി നിർത്താം. എന്നിട്ട് ഇനി ജിത്തുവിനെയൊക്കെ കൂട്ടി ഗ്രാമം കാണാൻ പോവാം. ഒരു വല്ലാത്തൊരു പച്ചപ്പ് അല്ലേ. ഉള്ളില് ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെ, ഫുള്ള് മാവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞങ്ങള് ഒരു പ്രാവശ്യം വന്നപ്പോ ഇവിടുന്ന് മാങ്ങയൊക്കെ പറിച്ചിട്ടുണ്ട്. അയ്യോ, ഭയങ്കര ടേസ്റ്റ് ഇവിടുത്തെ പൂക്കുന്നതേ ഉള്ളൂ. കുഞ്ഞാറ്റ ഇത്ര നേരം ഒരു പാട്ട് പാടിയില്ലേ, അതൊന്ന് ഞങ്ങക്ക് വേണ്ടി കുഞ്ഞാറ്റേന്റെ ഫാൻസിന് വേണ്ടി ഇങ്ങനെ കയ്യെ പിടിക്കാനേ പാടില്ലേ, ഇത്രയും പിടിച്ചിട്ട് പാടിക്കും. ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉപ്പിലിട്ട മാങ്ങയുണ്ട് പട്ടുടേ. അപ്പൊ ഇതോടെ കുഞ്ഞാറ്റയുടെ ഇന്നത്തെ ഗാനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബോറടി മാറ്റാനായി കുഞ്ഞാറ്റ ആലോചിച്ചതിന് എല്ലാവരും കൈ കൊടുക്കുക. ഇതേപോലത്തെ ഗാനങ്ങളുമായിട്ട് കുഞ്ഞാറ്റ വരുന്നതായിരിക്കും. അപ്പൊ അതുവരെ ബൈ. അപ്പൊ നമ്മൾ അങ്ങനെ ഗ്രാമം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ജിത്തു ഉണ്ട് നമ്മുടെ കൂടെ, പാറ്റയുണ്ട്, ജിത്തുവിനെ അറിയാം. ജിത്തുവിനെ നമ്മുടെ ചാനൽ തുടങ്ങാനുള്ള ഏക കാരണവും ഏക ദുഷ്ടൻ ഇവനെ പറ്റിയാണ് ഞങ്ങൾ ആ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ആ കസിൻ ഇവനാണ് കേട്ടോ. ഇപ്പൊ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് നമ്മുടെ ജിത്തു ചേട്ടായിന്റെ പപ്പയുടെ അല്ല അമ്മയുടെ അനിയത്തിന്റെ മോനാണ് കേട്ടോ. ഒരാളും കൂടി ഉണ്ട്, അവൻ നമ്മുടെ കൂടെ വരുന്നില്ല. പിന്നെ അങ്കിളുമാണ് ഉള്ളത് കേട്ടോ. ഇതാണ് ഇവരുടെ സ്കൂള്. UP ഗ്രാമം കാണാൻ വേണ്ടി പോവാവേ. സ്കൂള് മൊത്തം ഒരു റൗണ്ടപ്പ് ഒന്ന് കാണിച്ചേ. ഇതാണ് ഇവിടെ അങ്കിൾ നടത്തുന്ന സ്കൂള് കേട്ടോ. ചുറ്റിനും മാവൊക്കെയാണ്. കോളേജ് ആണല്ലേ. ഞങ്ങള് കോളേജ് ആണ് കേട്ടോ. സ്കൂള് ഞങ്ങൾ അറിയാതെ പറഞ്ഞു പോയതാണ്. ചുറ്റിനും മാവാണ്. അതെ, ചുറ്റിനും മാവാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു സമയം വന്നപ്പോൾ നിറച്ച് മാങ്ങയായിരുന്നു ഇതിനകത്ത്. ഇപ്രാവശ്യം ഇത് പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഗ്രാമം കാണാൻ വേണ്ടി പോവാട്ടോ. അങ്കിളും ഉണ്ട് കേട്ടോ, ശിവങ്ങളും വരുന്നുണ്ട്. അങ്കിളും ഉണ്ട്. എന്താണ് പറയൂ. ഇതെന്താണ്? ഇന്ത്യന്റെ എന്നാ വാ 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 വാ. കുഞ്ഞാറ്റേന്റെയും ആൻസിന്റെയും സ്ഥലം കൊച്ച് റിച്ച് ആയിട്ട് പോകാൻ വേണ്ടിയിരിക്കുക. ഇതാണ് നമ്മുടെ പോക്കോ.
പിന്നെ അങ്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്കിളിനെ കാണിച്ചു തന്നെ നടക്കാൻ പറ്റാത്തവൻ അവന്റെ ബെൽറ്റും കൊണ്ടാണോ ആ വന്നിരിക്കുന്നത്? ചെങ്ങല ഇട്ട് അതും പൊട്ടിച്ചാണ് നടക്കുന്നത്. തല മാറ്റി കഴിഞ്ഞാൽ കൊറവാ ഇവിടെ ഉണ്ട് ഈച്ചനല്ലേ. നല്ല പച്ചപ്പ്. ഇത് യുപിയിൽ മാത്രം കിട്ടുന്ന ഈച്ചയാണെന്ന്. എന്നാ ഇതേ യുപിയിൽ മാത്രം കിട്ടുന്ന ഈച്ച നാട്ടിൽ കൊണ്ടുവരണം. നമുക്ക് കേരളത്തിൽ കൊണ്ടുവരണം. അതെ, കേരളത്തിൽ കൊണ്ടുവിടണം. ഇതാണ് നമ്മുടെ ശിവങ്കിളുണ്ടോ. എല്ലാവർക്കും ഏറെക്കുറെയൊക്കെ അറിയായിരിക്കും കേട്ടോ ശിവങ്കിളിനെയും ജിത്തുവിനെയും ഒക്കെ. നമ്മുടെ നേപ്പാൾ യാത്ര തൊട്ട് ഇവിടെ പുതിയ ആൾക്കാർക്കുള്ള അറിയാം. അതെ, ലഡാക്ക് യാത്രയിൽ നമ്മൾ വന്നില്ല. അപ്പൊ നമുക്ക് ക്യാമറ കൈവച്ച് മാറാം അല്ലേ? കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട് നീ വണ്ടി ഓടിക്കുന്നത് കണ്ടിട്ടില്ല. ആ, ഞാൻ ബേക്കിലിരുന്ന് കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങള് ഗ്രാമത്തിലേക്ക് പോവാണ് കേട്ടോ. ഫുള്ള് കുഞ്ഞാറ്റയ്ക്ക് അതിന്റെ ഇടയ്ക്ക് ഒരു ബൈ ഒക്കെ കിട്ടിയല്ലോ. ഫുള്ള് നല്ല പച്ചപ്പായിട്ട് കിടക്കുകയാണേ. ഇത് ഗോതമ്പല്ലേ ആൻസി? അത് ചിലപ്പോ ജിത്തുവിനെ ആയിരിക്കും ആ ചേച്ചിമാര് ബായി കൊടുത്തേ. ആണോ? ആണോ? കൊച്ചു കായ് കൊടുത്തോ? നമുക്ക് ആരെ അറിയത്തില്ല, നമ്മളെല്ലാവർക്കും നമ്മളെല്ലാവർക്കും ഇത് നോക്കാൻ ഫുള്ള് എങ്ങനെയാണ്? ഫുള്ള് ഗോതമ്പാണ്. ഒരു ഏരിയ തൊട്ട് ഒരു ഏരിയ വരെ ഫുള്ള് ഗോതമ്പ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതെ, നമുക്ക് തിന്നാനുള്ള അതാണ് വേറെ സത്യം. നമുക്ക് തിന്നാനുള്ളതാണ്. കടുവ് കുറച്ചുകൂടെ പ്രായമാണ്, നല്ല രസമുള്ളൂ. ഒരു ജൂൺ ഒക്കെ ആകുമ്പോഴത്തേന്, അടുത്ത മാസം ആകുമ്പോഴത്തേന് സൂര്യകാന്തി വരും. ഇതുപോലെ ചെറിയ ചേട്ടന്മാരോട് പണിയെടുക്കുന്നുണ്ടോ? സ്കൂളിൽ പോകേണ്ട പ്രായമുള്ള ചേട്ടന്മാരെയും കൊണ്ടാണ് വള്ളം ഇടിപ്പിക്കുന്നത്. ഞാറ്റനെ കൊണ്ട് ഇതുപോലെ പണിയെടുപ്പിക്കട്ടെ. ഇവിടെ ഈ വീടിന് മുറ്റത്തൊരു സാധനം നിൽക്കുന്നുണ്ടോ? ചെറിയൊരു സാധനല്ലേ? അത് കൊള്ളാല്ലേ, അതിന് കാണാനൊരു കുട്ടിത്തോണ്ട്. നമ്മൾ ഇതൊക്കെ ഈ ഗ്രാമത്തിലെ ഓരോ വീടുകളാണ് കേട്ടോ. ഇതൊക്കെ ഓരോ ഗാവുകൾ എന്നാണ് ഇവിടെ പറയുക. ഉണ്ടോ? വീട്ടിൽ നല്ല മേശയും കസാരയും കട്ടിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് എന്താന്ന് അറിയോ കുഞ്ഞാറ്റയ്ക്ക്? എന്താ? ഗോതമ്പ്. ആ, നമ്മൾ തിന്നണ അത് തന്നെ. നമ്മൾ ചോളം ഉണ്ട് അല്ലേ? ഗോതമ്പും ഉണ്ട്, ചോളവും ഉണ്ട് അവിടെയൊക്കെ കേട്ടോ. അങ്കിളിന്റെ സ്കൂളിലുള്ള ഒരു കൊച്ചിന്റെ ഫാദർ അല്ലേ? ഫാദറാണോ? ഗ്രാൻഡ് ഫാദറാണ്. അപ്പൊ ഇവര് സംസാരിക്കുന്നത് ഏത് ഭാഷ? ഭോജ്പുരി. ഭോജ്പുരിയാണ് അല്ലേ? ഇത് കൊള്ളാലോ. എന്താ? ഓഹോ, ഇതുണ്ടോ? അടിപൊളി. ഇതെങ്ങനെയുണ്ട് കുഞ്ഞാറ്റെ? ഈ കടുവുണ്ടല്ലോ, ഇവര് വിൽക്കാനല്ല, ഇത് ശരിക്കും പറഞ്ഞാല് ഒരാളുടെ തന്നെയാണ്. ആ പാടം അയാടെയാണ്. ഇത് ഒരു വീട്ടിലേക്ക് ഒരു വർഷത്തേക്ക് യൂസ് ചെയ്യാനൊക്കെ മറ്റേ ജോയിന്റ് ഫാമിലിയൊക്കെ പോലെയാണ് ഇവിടെ താമസിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഒരു കുടുംബത്തേക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എണ്ണ അല്ലേ? എല്ലാം ഇവിടെ ഇങ്ങനെ തന്നെ. ഗോതമ്പാണെങ്കിലും കടുകാണെങ്കിലും എല്ലാം വിൽക്കുന്നത് വളരെ കുറവായിരിക്കും. കൂടുതലും വീട്ടിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്, കൃഷി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഗ്യാസ് കുത്തി ഇറക്കുക കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിവിടെ ബ്ലോക്ക് ആയി നിൽക്കുകയാണ്. റോഡ് സൈഡിൽ റോട്ടിൽ തന്നെ നിർത്തിയിട്ട് അങ്ങോട്ട് ഗ്യാസും എല്ലാം അങ്ങോട്ട് എടുക്കൂലേ? എടേ അല്ല, അത് പിന്നെ ഞാൻ വിചാരിച്ചേ അവശ്യ സാധനങ്ങളാണല്ലോ. പിന്നെ ഇവിടത്തെ ഒരു ഇതെന്തറിയോ, നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ വീട്ടു പേരുകളോ വീടിന് പ്രത്യേകിച്ച് നമ്പർ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ലെറ്റർ ഒക്കെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇതെങ്ങനെ ഇവര് കൊണ്ട് കൊടുക്കും, എങ്ങനെ ആൾക്കാർ അറിയും എന്നൊക്കെ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, തങ്കച്ചൻ വയനാട് അമ്പലവേൽ ഇങ്ങനെ അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല. ഇവിടെ കിട്ടും. ഇവിടെ ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് ഒരു ഗാവിൽ തന്നെ 10 നല്ല ആൾക്കാരുണ്ട്, എണ്ണം പറയാൻ പറ്റത്തില്ലല്ലോ. അത്ര ആൾക്കാരുണ്ട്. അപ്പൊ അത്ര ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒരു പേര് പറഞ്ഞാൽ പോലും എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. എന്നൊരു സത്യം പറയട്ടെ, ആ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. തള്ളട്ടെ, തള്ളി സ്റ്റാർട്ട് നിർത്തി കൊടുത്താലേ ആത്മാർത്ഥത കൊണ്ട് കൂടെ നമുക്ക് പുറകിലും തല്ലി കൊടുത്താലോ. ഇത് കണ്ടോ, നല്ലൊരു ടൈപ്പ് ഒരു വീട് കണ്ടു കേട്ടോ. കുറേ നേരത്തിന് ശേഷമാണ് അങ്ങനെ ഒരു വീടാണ്. പക്ഷെ സൈഡ് തേച്ചിട്ടില്ല, ഫ്രണ്ട് മാത്രം തേച്ച് വെക്കും, പെയിന്റ് അടിച്ച് വെക്കും. വീട് കണ്ടിട്ട് ഇവരെ നമ്മൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അതെ, ഇവര് വീട്ടിൽ നമ്മുടെ മലയാളികൾ തൊട്ട് വീട്ടിൽ പൈസ കളയുന്നവരല്ല. അല്ല, ഇവര് കൊറേ ഏക്കർ സ്ഥലമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. പക്ഷെ അവരുടെ വീട് കുഞ്ഞിതായിരിക്കും കേട്ടോ. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഇവര്. അങ്ങോട്ട് വേണേ പോവാം. പക്ഷെ ഈ പുള്ളി നിങ്ങളുടെ സ്കൂളിലെ നേരത്തെ സാറായിരുന്നു. പുള്ളി അവിടെ നിന്ന് പോയി. ഓക്കെ, ഇപ്പൊ പുള്ളിന്റെ വീട് കാണാനായിട്ട് നമ്മള് വന്നേക്കുന്നേ. കുഞ്ഞാറ്റനെ വിളിച്ച കുഞ്ഞാറ്റ ഓടി. നമസ്തേ.
ഇത് ഇവിടുത്തെ ഇത് ഇവരുടെ ഒരു ആദിത്യ മര്യാദ. മര്യാദയാണ്. അപ്പൊ നമുക്ക് പോവാം. കുഞ്ഞാട്ടും കുഞ്ഞുങ്ങളെ 3 അമ്മയും കൂടെ പുല്ല് തിന്നുവാണേ. കാണാം. കൊള്ളാം. ഇവിടുത്തെ ഒരു ടൈപ്പ് വീടുകളാണ് കേട്ടോ. അവരുടെയൊക്കെ തൊഴുത്തും ഈ ഫ്രണ്ടിലായിട്ടാണ് വരുന്നത്. വീട് ബാക്കിലേക്കായിട്ട് കേട്ടോ. നമ്മളിങ്ങനെ കുറച്ച് ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ പോണം. ഈ കാർ ഇതിലാണ് വരുന്നത്. ഈ ചെറിയ ഗ്യാപ്പിക്കുടിയില്ലേ? ഈ ഗ്യാപ്പിക്കുടി അത് എക്സ്പോർട്ട് ഇവിടെ ഭയങ്കര എക്സ്പോർട്ട് ഡ്രൈവേഴ്സ് ആണ്. അതൊരു കാര്യം കേട്ടോ. ഈ വീട് കണ്ടോ? അടിപൊളി ഫോളോ ചെയ്തില്ലേലും പെർഫെക്റ്റ് സാധനം. സംഭവം പെർഫെക്റ്റ് ആണല്ലേ. ഈ പുള്ളിയുടെ വണ്ടിയാ? വണ്ടിയുടെ ബാക്കിൽ ഡോക്ടർ. ആ ഗ്യാപ്പിൽ കൂടിയാണ് ഈ വണ്ടി. ഈ ചേട്ടന്റെ വണ്ടിയാണോ? അതിന്റെ അകത്ത് കൊച്ചിരിക്കുന്നത്. ചേട്ടന്റെ വണ്ടിയാണ്. അയ്യോ, അതിനകത്ത് കൊച്ചിരിപ്പുണ്ട്. കുഴപ്പമില്ലായിരിക്കും അല്ലേ? ഇവിടെ വീടൊക്കെ കാണാൻ വേണ്ടി വന്നേക്കാന്ന് പറഞ്ഞു കേട്ടോ. അവര് ഹാപ്പിയാണ് അല്ലേ? ഇവിടെയൊക്കെ ഫുള്ള് ഇവരെ വീടിന്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. എൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ ഉള്ളിലേക്ക് കയറാം. ഇതുകൊണ്ടോ ഇവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറാം കേട്ടോ. ഇവിടെ ഒരു അമ്മ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇവരുടെ വീട് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വീട് കുറച്ച് റിച്ച് വീടാണ്. ഇത് കണ്ടോ പുല്ല് മുറിക്കുന്ന മെഷീനാണ് കേട്ടോ കാണുന്നത്. ഇത് കണ്ടോ നല്ല രസമുണ്ട്. ഇത് നമ്മുടെ കോഴിവാലം പൂവല്ലേ? തുളസി കുഞ്ഞാറ്റയ്ക്ക് അറിയാം ഈ വീടൊക്കെ. അതുകൊണ്ട് കുഞ്ഞാറ്റ ഞങ്ങളെ വഴി കാണിച്ചു. കുഞ്ഞാറ്റ അവിടെ വലിയൊരു ഡോഗ് ഉണ്ട്. നല്ല കടി കിട്ടും. അതെന്താന്നറിയോ? അവിടെ ഒരു കടിക്കുന്ന പട്ടിയുണ്ട്. അപ്പൊ നമ്മുടെ കൂടെ വന്ന് കാണിച്ചു തരാൻ വേണ്ടി. ഇല്ലെങ്കിൽ കുഞ്ഞാറ്റക്കിട്ടായിരിക്കും ഫസ്റ്റ് കടി. കുഞ്ഞാറ്റ വലിയ എന്തോ സംഭവം പോലെ. ഇവിടെയൊക്കെ വീടുകളുടെ ഫ്രണ്ടിൽ കഥകല്ല. കുഞ്ഞാറ്റ ഒരേ തുള്ളലാണല്ലോ. അടിപൊളി. ഈ വീടൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഫ്രണ്ട് മാത്രം തേച്ചിട്ടുള്ളൂ. ഉള്ളിൽ ഫ്രണ്ട് വശം മാത്രമേ ഇവര് അങ്ങനെ ഉള്ളൂ. അതൊന്നും ചെയ്യില്ല. പേരക്കല്ല, ഇത് നോക്ക്. ഇത് മുരിങ്ങ നിറച്ചു പൂവായിട്ട് കിടക്കുന്നു. പിന്നെ മെയിനായിട്ട് സംഭവം അറിയോ? ഇഷ്ടം പോലെ കരിയാപ്പിലുണ്ട്. പക്ഷെ ഒരു യൂസ് ചെയ്തില്ല. ഒരു കറിയിലും കറിവേപ്പില യൂസ് ചെയ്യില്ലല്ലേ? കരിപ്പത്ത हम लोग करी पत्ता यूज नहीं करता है ना, बट इधर बहुत ज्यादा करी पत्ता നമ്മുടെ മെയിൻ ആണ് കറിവേപ്പില. അതില്ലെങ്കിൽ നമുക്കൊരു കറി ഇല്ല. ഈ ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ സർക്കാർ ചെയ്തു കൊടുക്കുന്ന കേട്ടോ. ഇത് മറ്റേ ഓടല്ലല്ലോ, ഇതൊരു സാധനം. ഈ വീട്ടുണ്ടല്ലോ, ഈ വീടിന്റെ പ്രത്യേകത എന്ന് അറിയോ? നല്ല തണുപ്പൊക്കെ നല്ല ചൂട്, ഭയങ്കര ചൂടുണ്ട്. ഒരു 55 ഡിഗ്രി ഒക്കെ ചൂട് വരും. ആ ഒരു സമയത്ത് ഇങ്ങനത്തെ വീടുകളാണ് ഇവിടെ സേഫ്. നല്ല തണുപ്പാ, ക്ലൈമറ്റിന് നല്ലതാ അല്ലേ? അതെ അതെ. ഇനി ഉള്ളിലേക്ക് ഇഷ്ടംപോലെ വീടുണ്ടോ? ഇത് ഇഷ്ടംപോലെ വീടുണ്ട്. നമുക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വീടുകൾ തീർക്കാൻ പറ്റില്ല. വീടുകൾ 1-2 വീട് കണ്ടിട്ട് വരാം അല്ലേ? വീട് ഈ വീട് അല്ലേ? സാറിന്റെ പശുവല്ല, അത് പശുവല്ല, എരുമ. ഇതൊക്കെ അതിന് തീറ്റിട്ട് കൊടുത്തിക്കുന്നുണ്ടോ? എങ്ങനെയാന്ന് ഇതിന്റെ ഉള്ളിലല്ലേ? ഇവിടെയാണ് കുഞ്ഞാന്റെ നല്ല കുത്തു കിട്ടും അതിന്റെ കയ്യിൽ നിന്ന്. കുഞ്ഞാന്റെ വേഗം അതിന്റെ അടുത്തേക്ക് ആവശ്യമുള്ള പശുവിന്റെ അഴിന്നൊക്കെ പറയില്ല, അതേപോലെ. ഹായ്, പച്ച ഞാൻ ഇട്ടേക്കുന്നത്. എന്നെ തിന്നാനല്ലേ നോക്കണേ? എന്നെ തിന്നാൻ കൊള്ളില്ല, എല്ല് മാത്രമേ ഉള്ളൂ. ये पूरा हमारा उधर का स्पेशलिटी है, मतलब हमारे उधर ज्यादा घर पे ये कुछ नहीं है, बहुत कम लोग करते हैं. ഇതെന്താ സാധനം? അത് അത് ഇവിടെ മാത്രമുള്ളൊരു സ്പെഷ്യൽ സാധനം. എന്താ ഇത് നല്ല വലിപ്പം ഉണ്ടാവും. ഈ ചൂട് സമയത്തൊക്കെ ഉണ്ടല്ലോ, ഇത് പൊട്ടിച്ചിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനത്തെ സംഭവം. वो सर सेफल इसका जूस बनता है. हाँ जूस वुड एप्पल आनो? वुड एप्पल अल्ला सिर्फल, उसका नाम सिर्फल. सिर्फल. അപ്പോൾ കൊള്ളാം. അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം അല്ലേ? ഓക്കെ, ബാഗുഞ്ഞ ഓടിക്കോ. ഇവിടെ എല്ലായിടത്തും ഈ കുഴൽക്കിണർ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? കുഴലല്ല ഇത് സാർ ഈ ഗവൺമെന്റ് का है ना, ऊपर का निकाल के अपना लगा दिए. अच्छा, नीचे वाला गवर्नमेंट का, जो रोड पे है वो पूरा गवर्नमेंट. अच्छा, നമ്മുടെ നാട്ടിലെ പോലെ മറ്റേ കിണറല്ലേ, അത് കുഴിക്കാൻ ഇവിടെ അനുമതിയില്ല. അതിന് വരെ ഈ സംഭവം എല്ലായിടത്തും ഉണ്ട്. കാരണം എന്താ പറയുക, ഇവിടെ മണ്ണ് ശരിക്കും ഇടിഞ്ഞു. നമ്മുടെ നാട്ടിലെ പോലെ ചെയ്ത കട്ടിയില്ല. പോവല്ലേ ബാഗുഞ്ചു? എന്ത് പട്ടി? ടൈഗർ പട്ടിയാ? ഡേഞ്ചർ പട്ടി. ഓ ഡേഞ്ചർ. തർജ്ജമയ്ക്ക് വേറൊരാളും കൂടി വേണം. അത് ഞമ്മക്ക് വേണ്ടി. ജിത്തു
നീ ഇവരെല്ലാരും പേര് ഞങ്ങൾക്ക് പറഞ്ഞു തന്നോ? എനിക്ക് ആരുടെയും പേര് അറിയത്തില്ല. നീ ചോദിച്ചിട്ട് പറ, എന്തിനാണ് പേര് പറയുന്നത്? പേരൊക്കെ പറയണം, അല്ലാണ്ട് എങ്ങനെയാ അല്ലേ? ബ്രദർ, ഈ സാറിന്റെ ബ്രദർ. ആ, പേരെങ്ങനെ വിളിക്കുന്നത്? അനിൽ കുമാർ. ഇത് ടീച്ചർ. ആ, ഗവൺമെന്റ് ടീച്ചർ കേട്ടോ. പിന്നെ നമ്മുടെ ശിവങ്ങള്, ആ അനിയൻ. ആ ഓക്കെ. ഈ സാറിന്റെ പേര് നീരജ് സാറ്. ആ ഓക്കെ. അത് നമ്മുടെ നാട്ടിലെ പോലെ ലോക്കൽ ഒരു പേരാ. നീരജ് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ. അനിൽ കുമാർ എന്ന് തോന്നുന്നു. ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് വേണ്ടി വെള്ളമുണ്ട്, നട്ട്സ് ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്. അതൊക്കെ ഇനി കഴിച്ചിട്ട് ഇവിടെ ആദിത്യമാര് മര്യാദ ഭയങ്കര കൂടുതലാണ്. ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാണല്ലോ, ഏത് വീട്ടിൽ പോലെ അവരാദ്യം ഇത്രയും സാധനം നമ്മുടെ നാട്ടിലോട്ട് വെള്ളം ചോദിക്കേണ്ട ആവശ്യമില്ല. ആ, കഴിച്ചു കഴിഞ്ഞാ മൊത്തം ഇതൊക്കെ കൾച്ചർ ബോത്ത് हमारा उधर ऐसे ज्यादा बात करने वाले लोग भी बहुत വെള്ളം വരെ നമ്മളെ കൊണ്ട് എടുക്കാൻ സമ്മതിക്കില്ല, അവരെടുത്തു തരും. അതാണ്ട് വെള്ളം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടുത്ത ചായ. വെള്ളം കൊണ്ടുവന്നു, പിന്നെ ചായയും കൊണ്ടുവന്നു. സ്റ്റാർട്ടപ്പ് ആണ്. ചായയും നംകിനും. നംകിൻ. ഇവിടുത്തെ മിക്സറിന്റെ പേരാണ് നംകിൻ. കുഞ്ഞാറ്റയ്ക്ക് ചായ വേണോ? കുഞ്ഞാറ്റന്റെ കാര്യം പിന്നെ അറിയാലോ. ഓ, ഒന്ന് ചിരിക്കടി, എന്തൊരു ജാടയാ മോത്ത്. അതെന്റെ ഡബറാണ്. അങ്കിളിന്റെ ഡബറാണ്, ഇത് കൊടുക്കണേ. പിന്നെ ഞാൻ അങ്ങനെ എടുത്ത സാധനങ്ങളൊക്കെ വെച്ചു കൊടുക്കാം. ആ, എടുത്തതാ ഞങ്ങള്. അങ്ങനെയാ. എനിക്കുള്ളത് ഞാൻ എടുത്തോ. എനിക്കൊന്നും എടുത്തേ, ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാ. താങ്ക് യു. എന്നെ വേണ്ടി മടിയുണ്ടോ? അവളെ മടിയിൽ ഞാൻ ഇരുന്നോ. അവള് കുടിക്കോ? നീയേ മിച്ചർ കഴിച്ചോ വെച്ച്? നംകിൻ. सर हम लोग आप लोग का कल्चर दिखा रहे हैं. എനിക്കും കൂടി ഉള്ളത് മേടിച്ച് ആൻസി കൊടുത്താൽ മതി. എന്റെ എടുത്താൽ മതി. നല്ല അടിപൊളി ചായ കേട്ടോ, ഇഞ്ചിയൊക്കെ ഇട്ടെ. ഇവിടെ ചിലപ്പോ എരുമപ്പാലായിരിക്കും. നല്ല കൊഴുപ്പുണ്ട് ചായ. അല്ലേ, എരുമപ്പാലായിരിക്കും. ഇവിടെ പശുമ്പോര് ഇതിന്റെ നെയ്യ് ഇങ്ങനെ പൊന്തിരിക്കുന്ന കണ്ടറിയ എരുമപ്പാലാണ്. നല്ല ചായ. അപ്പൊ അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ പോവാണ് കേട്ടോ. കാരണം ഇരുട്ടാവാൻ തുടങ്ങി, നല്ല ഇരുട്ടായി തുടങ്ങി. പിന്നെ നമുക്ക് വേഗം 6 മണിയായി. 6 മണിയായി അല്ലേ? പിന്നെ നമുക്ക് മെല്ലെ പോവാട്ടോ. വണ്ടടിച്ച് നിൽക്കാണ് ഇവരെല്ലാം. നമ്മുടെ വണ്ടിയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര ഹാപ്പി കേട്ടോ. അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഇത് കണ്ടോ, ഇത് റോഡ് സൈഡിലുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. എന്ത് ഭംഗിയായിട്ട് വെച്ചേക്കുന്നത്, ഫുള്ള് ചാണകമാണേ. ആ, എന്താണ് ഇത്? വിൽക്കാനാണോ? ആണോ? ഇത് ഒരു കട്ടയ്ക്ക് എന്തോ വരും? 50 രൂപയ്ക്ക് ഒരു കട്ട അല്ലേ? 50 പൈസേൻ്റെ മുതലുണ്ടല്ലോ. അപ്പോൾ ഇതിപ്പോൾ രാത്രിക്ക് ആരെങ്കിലും എടുത്തോണ്ട് പോകില്ലടാ? ഇല്ലില്ല, ഇത് കറക്റ്റ് ആയിട്ട് ആ വീട്ടുകാരുടെ ആയിരിക്കും മിക്കവാറും. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടിയിട്ടിരിക്കുന്നതാണ്. ഇതില് നെല്ല് ഈ കച്ചി നിന്ന് കഴിഞ്ഞാൽ അവർ വിചാരിക്കും എടുക്കാൻ. അപ്പൊ നമുക്ക് അടിയില്ല. നമുക്ക് ചാണകം കൊണ്ട് കത്തിക്കേണ്ട ഇപ്പൊ ആവശ്യമില്ലല്ലോ. നമ്മൾ ഇത്രയും ദിവസം അങ്ങനെ അധികം ഇരുട്ടത്ത് വീഡിയോ കാണിച്ചിട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ഇരുട്ടത്ത് കുറ്റം പറയും. UP കുറ്റം പറയും. ഞങ്ങളുടെ സ്ട്രീറ്റ് ലൈറ്റ് നോക്ക്, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലേ? ചെറിയൊരു വില്ലേജ്. ഇതും കൂടെ കാണിച്ചു കൊടുക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾക്ക് വൃത്തികേടാക്കാൻ ഇവരെ കഴിഞ്ഞുള്ളൂ. അലമ്പാക്കി വെച്ചേക്കും കേട്ടോ. സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ നമ്മുടെ കൂടെ വേറൊരാൾ വരുന്നു. അനധികൃതമായിട്ട് ലൈറ്റ് ഇവിടെ വരുന്നത് ഒന്നെങ്കിൽ ആ ഗാവില് എന്തെങ്കിലും പ്രധാനപ്പെട്ട ആരെങ്കിലും ഉണ്ടാവും. ഇവൻ ഇനി കുറെ കാലം കഴിയുമ്പോൾ ഇവിടുത്തെ വലിയ ആളാവും. ആ, ഇതല്ലേ ഇവിടുത്തെ ആൾക്കാരൊക്കെ പച്ചപ്പാട്ടോ. ഇവിടുത്തെ ആൾക്കാരുകളൊക്കെ ആണോ? ഇത് ചെല്ലുന്നതാണ്. ഇവിടെ ചെല്ലുമ്പോഴും നോക്കണം അവര് ആ ഒരു ആദിത്യ മര്യാദ അല്ലേ? ഇതാണ് വയ്യാത്തത്. ഇതുകൊണ്ടാണ് നമ്മൾ 2-3 വീട്ടിൽ പോയി. ഇവിടെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ 1 മണിക്കൂറെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യണം. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇപ്പൊ രാത്രി ആയതല്ലേ? അതെ. നടക്കൂടെ നടക്കും. ഇതൊരു ടീച്ചറാണ് കേട്ടോ. ടീച്ചറല്ലേ?
ടീച്ചറല്ല, ഇവള് സ്റ്റുഡന്റ് ആണ്. ആ. അത് ജസ്റ്റ് പിള്ളേരുടെ ഒക്കെ ഒരു നോക്കാനൊക്കെ ആയിട്ട് വരും. വരുന്നത്. ഓക്കെ. തീർന്നില്ല, ഞാൻ പറഞ്ഞപ്പോ എങ്ങനെയുണ്ട്, എല്ലാ വീടും ഈ ഒരു സെറ്റപ്പാ. ഇത് കണ്ടോ ആൻസി? ഇതെന്താ കടയുണ്ടോ ആൻസി? ഇത് കണ്ടോ? ഇത് ആ ഈ ഗേറ്റ് ഇതില്ലേ, അത് കടയുണ്ടല്ലോ വീടിനടുത്ത് തന്നെ. വീട്ടിൽ തന്നെ കടയുണ്ടല്ലേ? അപ്പൊ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് പറഞ്ഞാൽ മതിയല്ലോ ജിത്തുനൊക്കെ വീട്ടിൽ കൊടുത്തേ. കുറെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നേം കേട്ടോ. മധുരം നമുക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് കഴിക്കും എല്ലാരും കഴിക്കും. ഇത് പാൽപ്പേടല്ലേ? കൊള്ളാം അല്ലേ? പാൽപ്പേട ബർഫിയോ? അപ്പൊ നമ്മളങ്ങനെ ഗ്രാമക്കാഴ്ചകൾ നിർത്തി അല്ലേ? ഇരുട്ടായി, നല്ലോണം രാത്രി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറല് പാടാ. ഇത് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാലേ, നമ്മൾ ചെറിയൊരു ഇതാന്ന് നോക്കിയാലും ഇതിനകത്ത് നല്ല ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതാണ് പ്രത്യേകത. നമുക്ക് പോവാല്ലേ? അങ്ങനെ ഞങ്ങള് തിരിച്ച് വീട്ടിലെത്തിട്ടോ. കുഞ്ഞാറ്റ വേറെ മൂടില്ല. അതെ, കുഞ്ഞാറ്റ വേറെ നല്ല പാട്ടാട്ടോ, നല്ല പാട്ട്.